ഹലോ ഗായ്സ്, വെൽക്കം ടു ലൂസ് ടോക്കേഴ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലം പടത്തിന്റെ റിവ്യൂ പറയാനാണ്. ഇന്ന് ഞങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച ആയെന്ന് തോന്നി പടം ഇറങ്ങിയിട്ട്. കിഡിലൊരു പടമാണ്. പടത്തിന്റെ പേര് നിങ്ങൾ തമ്മിൽ കണ്ടു കാണും, മഹാരാജ എന്ന് പറയണ നമ്മുടെ വിജയ് സേതുപതി അഭിനയിച്ച കിഡിലിനൊരു പടം. നമ്മൾ ഈ ഒരു അടുത്ത കാലത്ത് മലയാളത്തിൽ നിന്നല്ല, തലവൻ എന്ന് പറയാൻ മലയാളത്തിൽ ഇറങ്ങിയ ഒരു കിഡിലൻ പടം. പക്ഷെ ഇത് മലയാളത്തിലും തമിഴിലും അല്ലാതെ ടോട്ടൽ കിഡിലൻ. ശരിക്കും സത്യം പറയാലോ, കിഡിലൻ പടമാണ്. കാരണം സിനിമയുടെ തുടക്കം തുടങ്ങി. കാരണം ഞങ്ങൾ പല കൊറിയൻ സിനിമകൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഈ ക്യാമറയുടെ പുറകിരിക്കണം ഉൾപ്പെടെ കൊറിയൻ സിനിമയുടെ പല കഥകൾ അതിന്റെ ഇടയ്ക്ക് വെച്ച് പറയാനുണ്ടായിരുന്നു. പക്ഷെ ആ കഥയാവും ഈ കഥയാവും, കഥ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചു. കാരണം ഇവൻ പറയണ രീതിയിലേക്ക് കഥ മുന്നോട്ട് കൊണ്ടുപോകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ച് കൊണ്ടുപോയി. പക്ഷെ അവിടെയും വേറെ ട്വിസ്റ്റാണ് അതിൽ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അതിന്റെ അവസാന രീതിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു. ഓരോരുത്തരും അഭിനയിച്ചിരിക്കണം. ശരിക്കും ഇതിന്റെ സംവിധായകൻ നിതിലൻ സ്വാമിനാഥൻ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ സംവിധായകൻ. പുള്ളിയുടെ നേരത്തെ പടം അടിപൊളി ഒരു പടമാണ്. പ്രൂവൺ ഡയറക്ടറാണ് പുള്ളി. പക്ഷെ ഒന്നും പറയാനില്ല, ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ഫാമിലി ആയിട്ടല്ല, ആരായിട്ട് വേണമെങ്കിലും പോയി കാണാൻ പറ്റിയ പടമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടാണ് പോയത്. ഒരല്പം പോലും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡയലോഗൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പറയാം. ഏതെങ്കിലും സിനിമ കാണാൻ പോയാലും ഞങ്ങൾ പരസ്പരം ചിലപ്പോൾ കളിയാക്കിയും ഒക്കെ ഞങ്ങൾ ഓടിത്തരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളതാണ് പൊതുവെ. ഇതിന്റെ ഇടയ്ക്ക് ഒരു അല്പം പോലും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം സിനിമ കഥ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിന്റെ വേറൊരു കാര്യം. അവസാനം അങ്ങനെയല്ല, കഥ മനസ്സിലാവും. അവസാനം ആകുമ്പോഴത്തേക്കും നമുക്ക് കഥ മനസ്സിലാകത്തില്ലടാ. അവസാനം മനസ്സിലാവില്ല നമുക്ക്. അല്ല, കഥ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവില്ല. അങ്ങനെ സിനിമ കണ്ടു കഴിയുമ്പോൾ കഥ മനസ്സിലാവും. പക്ഷെ അവിടെ വരെ കിട്ടില്ല. വില്ലൻ അപ്പൊ ഇതിന്റെ വില്ലനെ പറ്റി പറയാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വില്ലൻ നമുക്ക് പറയണ്ടല്ലേ, നല്ലൊരു അഭിനയം കഴിച്ചു. ഇതിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ ട്രെയിലറിനകത്ത് കണ്ട പോലെ തന്നെ, നമ്മൾ ട്രെയിലറിനകത്ത് കണ്ടത് വെച്ചാണ് ഞങ്ങൾ സിനിമ കാണാൻ പോയത്. അങ്ങനെയാണല്ലോ എല്ലാവരും സിനിമ കാണാൻ. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ രീതികൾ കൊണ്ട് മാറും. വിജയ് സേതുപതിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അല്ലടാ. കിഡിലൻ പടം. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ പോയി തന്നെ നിങ്ങൾ കാണേണ്ട പടമാണ്. ഒരിക്കലും ഇത് OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്. ഫാമിലി ആയിട്ട് തന്നെ പോവാം. തമിഴ് പടമെന്ന് പറഞ്ഞ് മലയാളികൾ മാറ്റി വെക്കല്, അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട് പോയി കാണാൻ പറ്റിയ പടമാണ്. ഞങ്ങൾ ലാസ്റ്റ് റിവ്യൂ ചെയ്ത തലവൻ അതേപോലത്തെ ഒരു പടം എന്ന് പറഞ്ഞു. പക്ഷെ അതിനേക്കാളും ഒന്നും കൂടെ ഇഷ്ടംപോലെ ഇതിനകത്ത് മെസ്സേജ് ആണ്. ഇതിനകത്ത് ഒരു നല്ലൊരു മെസ്സേജ് പറയണ്ടേ. എന്താ മെസ്സേജ്? അങ്ങനെ പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും പറയണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഉണ്ടല്ലേ മെസ്സേജ് പറയാൻ മെസ്സേജ് ഉണ്ട്. പിന്നെ പറയണ്ട, അത് നമുക്ക് ഇതാവും. അഭിരാമി നീ എന്ത് ചെയ്യും എല്ലാത്തിനും? നമ്മളൊരു സ്നേഹത്തിന്റെ അഭിരാമി എന്ന് പറയാൻ നിങ്ങക്ക് പരിചയം കാണും. അഭിരാമി എന്ന് പറയണ ആരാ? കൊച്ചു സന്തോഷങ്ങളിനകത്ത് ജയറാമിന്റെ മറ്റേ കാമുകിയല്ല, ജയറാമിന്റെ കൊച്ചു സന്തോഷമൊന്നും അല്ല, സന്തോഷം. അങ്ങനത്തെ ഒരു പേരാണ്. സന്തോഷമുണ്ട്, ഞങ്ങൾ സന്തുഷ്ടരാണ്. അഭിരാമി എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞങ്ങൾ സന്തുഷ്ടാന്ന് പറഞ്ഞ ജയറാമിന്റെ നായികയായിട്ട് അഭിനയിച്ച ആള്. ശരിക്കും പറഞ്ഞാൽ എന്തുവാ, ആ ഒരു ആക്ടറിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. കഴിഞ്ഞ പടത്തില് അനുശ്രീ പോലെ ആയിരുന്നു. ഈ പടത്തില് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് ഇമോഷണൽ, തലവല്ല അനുശ്രീയെ പോലെ തന്നെയായിരുന്നു. നല്ല ഇമോഷണലി നല്ല രീതിയിൽ കരയാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരു നാടിയുടെ ഒരു വലിയ വിജയമാണ്. നല്ലൊരു അവര് ഇപ്പോഴും അല്ല, നല്ലൊരു ആക്ട്രസ് തന്നെയാണ്. അടിപൊളി. അപ്പൊ നിങ്ങളോട് പറയാനുള്ള ഒരിക്കലും മിസ് ചെയ്യല്. വിജയ് സേതുപതി എന്ന് പറയുന്നത് പുള്ളിയെ നമുക്ക് ഒന്നിലും അളക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ്. ശരിക്കും പറഞ്ഞാൽ അഭിനയത്തിന്റെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറെ റിവ്യൂ ഒക്കെ ഞങ്ങളിങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ കുറെ റിവ്യൂകൾ നമുക്കറിയാം ബയാസ്ഡ് ആണ്. പക്ഷെ അതിൽ നിന്നൊക്കെ എന്നാലും നമ്മൾ പടം നമ്മൾ പറഞ്ഞ മനസ്സ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോയി കാണും. അങ്ങനെ പോയി കണ്ടൊരു പടമാണ്. പക്ഷെ കിട്ടില്ല, ഒന്നും പറയാനില്ല. നിങ്ങൾ പോയി കണ്ടിരിക്കണം, മസ്റ്റ് വാച്ച് പടമാണ്. ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് 4 പേർക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ട പടമാണ്. സാധാരണ അങ്ങനെ ഇഷ്ടപ്പെടാത്തതാണ്. ഇതേതായാലും ഇഷ്ടപ്പെട്ട പടമാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ.
വേറെ എല്ലാം പറയാനുണ്ടോ? ഒന്നും പറയല്ല, സൈനിങ് ഓഫ്. റൈറ്ററിന്റെ കാര്യമൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പറയും, മനസ്സിലാവും. ഇയാള് തന്നെയാണ് റൈറ്റർ ഇങ്ങനെ തന്നെയാണ്. ആരാണ്? നിതിലൻ സ്വാമിനാഥൻ. നിതിലൻ സ്വാമിനാഥൻ തന്നെയാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ പറയാനില്ല, ഇത് ആരാണ് ബാക്കി ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാലോ. അപ്പൊ ഇത്രയുള്ള പറയാനുള്ളത്. മസ്റ്റ് വാച്ച് ആണ് സിനിമ, തിയേറ്ററിൽ പോയി മസ്റ്റ് ആയിട്ട് കാണാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.